നീ എന്താക്കാൻ പോണേ? ഞാൻ പയറ് തോരനൊക്കെ. ഞാനിന്ന് ഉണ്ടാക്കി വെക്കട്ടെ. പാചകത്തിന്റെ ABCD അറിയാത്ത നിങ്ങള് നോക്കാലോ, അഥവാ നിന്നെക്കാട്ടിയും ടോപ്പായാലോ. നോക്കിക്കോ. ചിങ്ങത്തോരനോ? അപ്പൊ അതിനെന്തൊക്കെ വേണോ? സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു തരാം, നിങ്ങളെ ഉണ്ടാക്കിക്കോ. അല്ല, വെളുത്തുള്ളി വേണം അല്ലേ? വേണം. അപ്പൊ ഞാനിന്ന് മൊത്തം ചെയ്തിട്ടെ പറഞ്ഞുതരും എനിക്ക്. പറഞ്ഞുതരാം. പിടിക്ക്. ഇതിന് കുറച്ച് അരിഞ്ഞല്ലോ. മതി. ഇത് മതിയാ? 3 എണ്ണ? കുറച്ചുള്ളൂ പയറ്. കുറച്ചേ ഉള്ളൂ? ഓ, ഇത് ഇവിടെ ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ. അടുക്കളയിലോട്ട് വാ. ഇത് ഇനി ഒരു കാര്യം ചെയ്തൂടാ, ഈ കട്ട് ചെയ്യുന്നതും കൂടി എനിക്കൊന്ന്. ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച രാത്രി നേരം പോവാൻ വേണ്ടി. വെളുത്തുള്ളി ഞാൻ ഇത് മതി. അല്ല, ഒന്ന് ഞാൻ നോക്കട്ടെ കട്ട് ചെയ്തിട്ട്. പണ്ട് അമ്മക്കെല്ലാം ചെയ്ത് കൊടുത്തൊരു ഓർമ്മയില് ഒന്ന് ഞാൻ എടുക്കുന്നുണ്ടേ. നോക്കണേ ശരിയാണോന്ന്. കത്തിയും കൊണ്ട് എടുക്ക്. ഇത് മാത്രമേ ഉള്ളൂ ഇന്ന്? വേറെ എന്തെങ്കിലും കൊണ്ടോ? ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറിയും അച്ചിങ്ങത്തോരനും. ഇതെങ്ങനെ പോരെ? മതി. കഴുകണോ? ഇത് കൊണ്ടുപോവാ. ഇത് കഴുകിയതാണോ? കഴുകാം. നടക്ക അടുക്കളയിലോട്ട്. കട്ടേടി. അത് ഈ അച്ചിങ്ങ എങ്ങനെ ഇത്ര നീളത്തിലരിയണോ? അല്ല, കുറച്ചും കൂടി വലുതാക്കാം. അമ്മ ഇതിനും കുറച്ച് ചെറുതായിട്ട് അരിയാന്ന്. ഇഷ്ടമുള്ള പോലെ ആക്കാം. ചെറുതാ വലുതാ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ടേസ്റ്റില് വ്യത്യാസം ഉണ്ടാവില്ല. എന്നാ കഴുകി. ഞാൻ കഴുകട്ടെ. ഇതിലിടാനാ? ഇത് എത്ര മിനിറ്റ് എടുക്കും ചെയ്യാൻ? അതൊന്നും എനിക്കറിയില്ല. പറഞ്ഞ എങ്ങനെ ചെയ്യണ്ടേന്ന് ഞാൻ നോക്കിയില്ല. ഒരു കാര്യം ചോദിച്ചത്, നിനക്കിത് ചെയ്യാൻ അറിയോ? ആദ്യമായിട്ട് ചെയ്യാൻ പോരെ? എന്നിട്ട് അടുത്ത പണി ചെയ്യും. ഇത് കഴിഞ്ഞില്ലേ? ഗൈസ്, ഞാൻ പയറ് കഴുകി കഴിഞ്ഞിരിക്കുന്നു. വേണ്ട, അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? വെളുത്തുള്ളി 4 എണ്ണ അല്ലേ? കഴുകണോ? ഓക്കെ, കഴുകട്ടെ. 4 കഴുകിട്ട് ഇതിലിടാനാ? അപ്പൊ ഈ 4 എണ്ണം എന്നുള്ളത് കുറച്ച് കൂടിപ്പോയാ എന്താ പറ്റുക? വെളുത്തുള്ളിയുടെ ചോരും. അപ്പൊ ഇത് മിനിമം ഇത്ര വേണല്ലേ? ശരി, പിടിക്ക്. കൈ കാണിക്ക്. ഇത് കൊണ്ട് തൊലിയ ഇതാക്ക്. ഇതരിയാണല്ലേ? ഇത് ചുവന്നുള്ളിയല്ലേ? ചുവന്നുള്ളിയല്ലേ? ഇതിലിടല്ലേ? ഇത് 4 എണ്ണ? ഇവിടെ ഇപ്പൊ 4 ഉള്ളിയേ ഉള്ളൂ. അതുകൊണ്ട് 4 എണ്ണ അല്ലേ? കൊറേ വേണോ? കൊറേ ഒന്നും വേണ്ട. എത്ര വേണം? 3 എണ്ണം മതി. 4 എണ്ണ. ഓ, അപ്പൊ വെളുത്തുള്ളി 4, ചുവന്നുള്ളി 4 അല്ലേ? ഇതിലിട്ടോ. ഗൈസ്, നമ്മളെ മകളാണ് വീഡിയോ എടുക്കുന്നത്. മകള് അച്ഛന്റെ പാചകം കണ്ട് ചിരിക്കാണ്ട് പിടിച്ചു നിൽക്കുകയാണ്. ചിരിക്കല്ലേ, വൈബ്രേഷൻ. ഇതില് സ്റ്റെബിലൈസർ ഇല്ലാത്തതാ ക്യാമറയിൽ. ഉണ്ടല്ലേ? ശരിയാ. അരിയാ, നീ അടങ്ങ്. ഇതിങ്ങനെ തന്നെയല്ലേ? ഇതിങ്ങനെയല്ലേ? കറക്റ്റല്ലേ? അതെടുത്ത് വെള്ളത്തിലിട്. ചെറുതാക്കണ? വേണ്ട, ഇട്. ആദ്യം തൊലി പൊളിക്കുക, എന്നിട്ട് പിന്നെ അരിയണം. അത് പൊളിക്കല്ലേ? ഇത് പൊളിക്കണ്ട? ശരിയാ, ആദ്യമായിട്ടായണ്ടല്ലേ? കൈ ഇനി ഞാൻ ഇത് ശീലായി കഴിഞ്ഞാ പിന്നെ
ഇന്നെക്കാട്ടി ടോപ്പാവും. ശരിക്കും അടുക്കള ജോലി ചെയ്യുന്ന സമ്മതിക്കണല്ലേ. ഇപ്പൊ അതിന്റെ വില മനസ്സിലായി. മോനെവിടെ പോയേ? കളിക്കാൻ. അച്ഛ വിശക്കുന്ന അമ്മയെ വിശക്കുന്ന വരുമല്ലേ? ആ ചോറുണ്ട്. നീ നേരെ റിവേഴ്സ് ആയിട്ടില്ല ഇത് കട്ട് ചെയ്ത് അല്ലേ? അതിനും വേണം ഒരു എക്സ്പീരിയൻസ് അല്ലേ? മതിയുള്ളി മതിയാ? അല്ലെങ്കിൽ നേരം വെക്കും. അപ്പൊ എന്നിട്ട് കഴുകാനല്ലേ? കഴുകാ വെളുത്തുള്ളിലിട്. ഇവിടെ ഇട്ടിട്ട് ഇനി കട്ട് ചെയ്യണോ? വേസ്റ്റ് കളയുന്നില്ല. കൈ കൊണ്ട് അറിയോ അല്ലെങ്കിൽ ടേബിൾ വേണോ? ഫസ്റ്റ് ടേബിൾ നമുക്ക് ചെയ്യാം. പിന്നെ ഞാനൊരു പ്രോ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ളിയുടെ തൊലി മാറ്റി ഇവിടെ ആയിരുന്നോ ഞാൻ എടുക്കണ മാറ്റിയത്? എടി അടുക്കളയിൽ ഫാൻ ആക്കേണ്ടി വരും കേട്ടാ, എന്താ ചൂട്. AC ഒക്കെ ഫാൻ ആക്കണതിന്. എങ്ങനെയാ ഇതിന്റെ രീതി? എങ്ങനെയാണോ? വട്ടത്തില് ചതുരത്തില് അങ്ങനെയല്ല. മതി കൊണ്ടാ അല്ല വെക്കിയത്. എനിക്കിങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ അറിയില്ല. കഴിവുണ്ട് കാണിച്ചു തരാം. എക്സ്പീരിയൻസ്. അടുക്കള എപ്പോഴും കയറണം. ഇനി ഞാനങ്ങ് തകർക്കുമല്ലേ ഇനി അങ്ങോട്ട്. പട്ടിണി കിടക്കാം. ഇനി ലാസ്റ്റത്തെ നാലാമത്തെ ചെയ്യപ്പോ ഞാൻ ചെയ്യണ നാലാമത്തെ ഞാൻ അരിയെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞാ ഞാൻ എന്റേതായ സ്റ്റൈലില് ഒന്ന് അരിയാം. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അല്ല അപ്പോ ചോറിന് ഇന്ന് ഐറ്റംസ് കുറവാണല്ലേ? എന്ത് പറ്റി? തൽക്കാലം ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടേ. ലാസ്റ്റ് എത്തത് കണ്ണിന്ന് വെള്ളം വരെ തുടങ്ങി. ഹെൽമെറ്റ് ഇടേണ്ടി വരുമോ? കട്ടിങ്ങെല്ലാം ആദ്യമായിട്ടായതുകൊണ്ട് ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഗൈസ്. പക്ഷെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ അടിപൊളിയാക്കും. മതി വെളുത്തുള്ളി അരി. ഇതും ഇങ്ങനെ അരിയല്ലേ? എങ്ങനെയെങ്കിലും നമ്മളെന്നെ കഴിക്കുന്നേ. ഇല്ല നമ്മുടെ മക്കളും കഴിക്കല്ലോ. അവരെയും കൂടി ഇതിൽ പെടുത്തണം. കൂടി ഇത് ശരിക്ക് എത്ര മിനിറ്റ് വേണം ഈ സംഭവം ഉണ്ടാക്കാൻ? നീ മാത്രം ചെയ്യുകയാണെങ്കിൽ 10 മിനിറ്റ്. അപ്പൊ ഇത് എത്ര മിനിറ്റ് ആവാൻ ചാൻസ്? 1 മണിക്കൂർ. അയ്യോ, അപ്പൊ വീഡിയോ 1 മണിക്കൂർ ലെങ്ത് ഉണ്ടാവല്ലേ? വെട്ടിച്ചിരിക്കാൻ കഴിയും. നമ്മളെ എഡിറ്റർ മകളുണ്ടല്ലോ, അപ്പൊ വളരെ മിനിമലായിട്ട് ചെയ്താൽ മതി കേട്ടാ വീഡിയോ. 2 ഉള്ളി അരിഞ്ഞ ശേഷം വേർത്ത് കുടിച്ച് നിൽക്കുന്ന കാണിച്ചു കൊടുക്ക്. ഇനി എന്താ വേണ്ട പറ. എനിക്ക് തിടുക്കായി. ചട്ടിയില് ഇതിടണോ? അടുപ്പത്ത് വെക്കി. ഓ, അപ്പൊ ഗ്യാസ് കത്തിക്കണ്ടേ? ഗ്യാസിന്റെ സാധനം വേറെ മേടിക്കണം. എന്ത് സാധനം? മുകളിലത്തെ ഫ്രെയിം ആകെ പോയി. ഇനി ഇതില് വെളിച്ചെണ്ണ ഒഴിക്കണോ? ചട്ടി ചൂടായിട്ട്. ചൂടായത് എങ്ങനെ അറിയും? തൊട്ട് നോക്കിയാൽ മതി. അയ്യോ എടി മഹാഭാവി. അങ്ങനെ ഉണ്ടല്ലേ. വെള്ളം കളയണോ? അത് ചൂടാകുമ്പോ പോയിക്കോളൂ. അത്രയും ഗ്യാസ് പോവില്ലേ? ഇതുണ്ട് നിനക്ക്.
ഇനി ഇത് ചൂടാക്കി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടായിട്ട് ആ വെള്ളം വറ്റി കഴിയുമ്പോ ചട്ടി ചൂടാകുമ്പോ ചെറിയൊരു പുക വരും. ഓ ആ അപ്പൊ അതാണ് അതിന്റെ ഇത് അല്ലേ ടിപ്പ്. നിങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങനെയൊക്കെ നോക്കണ്ടേ. അതായത് പുക വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തുടങ്ങാം അല്ലേ. പുക വെള്ളം വറ്റി പുകയൊന്നും അല്ല, ഞാൻ വെറുതെ വെള്ളം വറ്റി എത്ര വേണ്ടി വരും വെളിച്ചെണ്ണ? അളവ് നോക്കണോ? ആ ഒരു കാര്യം അവിടെ അതിന്റെ അകത്തൊരു ഇതുണ്ടാവും. അല്ല കൈക്കണക്ക് മതി, നീ പറഞ്ഞാ മതി. അങ്ങനെ വെച്ചാൽ ശരിയാവൂല. എന്തേ? എനിക്ക് ഞാൻ അളവ് ഒരു ഇതില് കപ്പിൽ പഠിപ്പിച്ചു തരാം. എല്ലാം ഒഴിക്കുമ്പോ നീ പറഞ്ഞാ മതി, ഇത്ര മതി ഒഴിച്ച് ഞാൻ ഒഴിച്ചോണ്ടിരിക്കാം. പറയണേ. ഒഴിക്കി പോരട്ടെ അങ്ങട്ട്. ഇനിയും വേണോ? ഒഴിക്കങ്ങട്ട് കുറച്ചുകൂടെ. വീഴട്ടെ കുറച്ചുകൂടെ. ഇത്ര വെളിച്ചെണ്ണ വേണോ? മതി മതി. മതിയാ. ഓക്കെ. പയറ് കുറച്ചുള്ളൂ, അതുകൊണ്ട് അത്രയും മതി. കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ അല്ലേ. അപ്പൊ ഇനി ഇത് ചൂടാണെങ്കിൽ ആ പത തിളക്കല, ആ പത മാറിയിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്ക് അമ്മ. അതെല്ലാവർക്കും അറിയാം. അല്ല അറിയാത്തവർക്ക് പറയാലോ, എന്നെ പോലത്തെ ആൾക്കാർക്ക്. അപ്പൊ പത മാറിയിട്ട് ഇത് ഇടണം അല്ലേ. ഇത് നമ്മളിപ്പോ കട്ട് ചെയ്ത വെളുത്തുള്ളിയും അല്ല കടുക്. ഓ കടുക്. ഓ എന്റെ മോളുടെ ശത്രു കടുക്. അവൾ ഓരോ അരിമണിയും പെറുക്കിയെടുക്കും. ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഓരോ കടുകും പെറുക്കിയെടുക്കും. പത പോയില്ലേ? ആയിട്ടില്ല. പത പോയി. ഇനി കടുക് എത്ര വേണം? കുറച്ച്. മതി. അത്ര വേണ്ട, കുറച്ച് മതി. ഒന്നാമത് അവൾക്ക് കടുക് ഇഷ്ടമല്ല. മകള് തീരെ ഇടണ്ടെന്നാ മുഖം പറയണേ. അത് ഗ്യാസ് ചെറുതാക്കി വെക്കാൻ പറ്റിട്ട്. ഇത് ഇട്ടോ. അതിനെ അത് വേഗം ഇട്. എന്നിട്ട് ഇളക്കണം അല്ലേ. ഇളക്കണം. നമ്മളെ നാട്ടില് ഇളക്കണം എന്നാ പറയാ. നിങ്ങളെ നാട്ടില് അവളെ പൊള്ളിച്ചെടുക്കല്ലേ നിങ്ങള്. ഓരോ നാട്ടിലും ഓരോ ഇതായിരിക്കും അല്ലേ സംസാരിക്കണേ. ഇളക്കണം എന്നുള്ളത് അല്ലേ. നിങ്ങളുടെ നാട്ടില് എന്താ പറയുന്ന കമന്റ് ഇടൂ. ഇതിന് കുറച്ച് മഞ്ഞ കളർ ആവണ്ടേ? ആണോ? ഞാൻ പറഞ്ഞുതരാം. അടുത്തതായി മുളക്, വേപ്പില, മുളക്, കറിവേപ്പില, മുളക് അരിഞ്ഞത് അല്ലേ. എത്ര മുളകുണ്ട്? 2 മുളക് ആവശ്യത്തിന്. ഇതെന്താ വേണ്ടേ? മഞ്ഞപ്പൊടിയാ? എത്ര വേണം? കുറച്ചിട്ടാ മതി. കുറച്ച്. കരിഞ്ഞു പോകുമ്പോ കുറച്ചും കൂടി വേണം. എടുക്കാം. മതി മതി. വീണ്ടും ഇളക്കണം അല്ലേ. പയറ് ഇട്ടെ. മൊത്തം ഇടുവാണേ. അപ്പൊ നമ്മൾ കഴുകി വെച്ച ഫുൾ പയർ ഇതിലേക്ക് ഇടണം. പതുക്കിട്. ഇളക്കി കൊടുക്ക്. ഈ ഇളക്കണ രീതി കറക്റ്റാണോ? അങ്ങനെയല്ല കയ്യിൽ പിടിക്കേണ്ടത്. കുറെ പുറത്തേക്ക് ചാടി കേട്ടാ. വെള്ളം ഒഴിക്കാനായോ? ആയിട്ടില്ല, പറയാ. നല്ലോണം ഇളക്കി കൊടുക്ക്. അടിന്നൊക്കെ അടിയതെ കരിഞ്ഞു പോയല്ലേ. ഇതിനൊരു കപ്പ് വെള്ളം എടുക്കും. 1 കപ്പ് വെള്ളം അല്ലേ. ഒഴിക്കട്ടെ.
ഗ്യാസ് വലുതാക്കി വെച്ചോ. ഒരു അരക്കപ്പും കൂടി. അരക്കപ്പ് വെള്ളം. ഉപ്പിടണല്ലേ? ഉപ്പിന്റെ പാത്രം എടുക്കാം ഇവിടെ നിന്ന്. ഇവിടെ താഴെ വെക്കി, ഞാൻ പറഞ്ഞുതരാം. എന്നാ സ്പൂണ് 2 സ്പൂൺ ഇട്ടോ, ചെറിയ സ്പൂണില്. അയ്യോ അത്ര ഒന്നുമല്ലേ? പോരെ? ആ മതി. ഉപ്പ് ഇങ്ങനെ ഇടുക. ഒന്നുകൂടി വേണോ? ഒരു ഇത്തിരിയും കൂടി പൊടിക്കല്ലേ? അത്ര വേണ്ട. പോരെ? ആ മതി. ഓക്കെ. അച്ചിങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാമെന്നാണ് വൈഫ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, നമ്മുടെ അച്ചിങ്ങത്തോരൻ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിത് പാകമായി എന്നുള്ളതൊന്ന് എടുത്തു നോക്കാം. നോക്കി കൈവെള്ളാണ് നോക്കിയേ അമ്മു, ആയോ നോക്കിയേ? ആയിട്ടില്ല, വെള്ളം മുഴുവനും വറ്റണം. അപ്പൊ ഇത് നമ്മള് ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട, ഇടയ്ക്ക് തുറന്നിട്ട് എടുക്കണം അല്ലേ? അടച്ചു വെച്ചു അടക്കട്ടെ. അപ്പോ ഒരു 5 മിനിറ്റും കൂടെ അല്ലേ? അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വരാം. ശരി. അടിയന്തര സാഹചര്യത്തിൽ എന്റെ കൈ പൊള്ളിയിരിക്കുന്നു. അത് മൂടി എടുക്കാൻ അറിയാണ്ട് ഐസ് പൊട്ടിക്കാൻ അറിയില്ലേ? ഞാൻ പൊട്ടിക്കാം. ഇതൊന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു. നീ കൈ പൊള്ളിയിരിക്കുന്നു ആവി കൊണ്ടിട്ട്. ഇപ്പൊ നമ്മളൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. കൈ പൊള്ളിയാൽ ഇങ്ങനെ ഐസ് എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടാവും. ഐസ് വെക്കാൻ പാടില്ലെന്നാ. വെക്കാൻ പാടില്ല. ടേസ്റ്റ് എന്തെങ്കിലും പറ്റണം. ഐസ് വെച്ചാൽ കൊമ്മള വരും. പിന്നെ പൊള്ളന്റെ ഒരു ഇതറിയില്ല, നല്ല സുഖം ഉണ്ടാവും. പക്ഷെ പിന്നീട് എന്താ കളിക്കാൻ പോയ മോൻ വന്നിട്ടുണ്ട് ഗൈസ്. എവിടെ പോയി? ഫുട്ബോൾ കളിക്കാനാ? നീ ധൂമിയാണോ? ചമ്മലാണ് ഗൈസ് മകന്. ആദ്യമായിട്ട് വീഡിയോയിൽ വരുന്നത് ചമ്മൽ. പിന്നെ അർജന്റീന ഗൈസ്, മകൻ അർജന്റീന ഫാനാണ്, ഞാൻ ജർമ്മനി ഫാനും. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. പോരെ? വേദന പറയാ. അത് നോക്കാണ്ട് ആവി വരുന്നറിയില്ലേ? അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. മൂടി തുറക്കുമ്പോ ആവി വരുന്നുള്ളത്. അങ്ങനെ എതിർ ടീമിൽ 9 ആൾക്കാരെ വെച്ചിട്ട് അർജന്റീന ഈസി ആയിട്ട് വെറുതെ ഇരുന്നോ? നിങ്ങളിന്ന് മകന് ഇന്നലെ ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയിട്ട് എത്ര ഗോൾ അടിച്ചു തന്നെ? 10 ഗോളാ. ഭയങ്കര തള്ളായിരുന്നു കേസ് ഇന്നലെ. എങ്ങോട്ടേ പോണത്? അപ്പൊ ഗൈസ് 10 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അച്ചിങ്ങത്തോരൻ ഏകദേശം കഴിക്കാൻ പാകത്തില് ആയിന്ന് തോന്നുന്നല്ലേ? ആയോ? ആയിട്ടില്ല, കുറച്ചുകൂടെ ആവാണ്ട്. അപ്പൊ ഇനിയും വേണം. നമ്മള് 10 മിനിറ്റ് എന്നല്ലേ നമ്മളെ ഓഡിയൻസിനോട് പറഞ്ഞത്? 15. ഇപ്പൊ എത്ര മിനിറ്റ് ആയി ടോട്ടല്? 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 10 മിനിറ്റ് ആയിട്ടുള്ളൂ. മതിയോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഈ അച്ചിങ്ങത്തോരന് ഒരു മെഴുക്ക് വരട്ടി എന്ന് പറയൂലേ, അതെങ്ങനെയാണ് ചെയ്യുക? ഇത് മെഴുക്ക് വരട്ടിയാ? ഓ, അപ്പൊ തേങ്ങാക്കൊത്തൊക്കെ ഇടാൻ വേണമെങ്കിൽ തേങ്ങാക്കൊത്തി ഇടാല്ലേ? ടേസ്റ്റ് ഉണ്ടാവും. ഓ, അതൊരു ടിപ്പാ? തേങ്ങാക്കൊത്തി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് അധികം ഇളക്കണ്ട, അതിങ്ങനെ ഇതായി പോവും. മതി. അപ്പൊ ഇനി എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് വരണം? ഏകദേശം ഇറക്കണേ, ഞാൻ നോക്കട്ടെ. പ്രൊഫഷണൽ നോക്കുന്നുണ്ട് ഗൈസ്. ഫുഡ് എടുക്കട്ടെ? ആയി? ആയോ? ഓ, ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കി. വൈഫ് പറഞ്ഞ്
പറഞ്ഞു തന്നെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്ത് അവര് അഭിമാനം തോന്നുന്നു. പിന്നെ എന്തേ ഒരു പയറുപ്പേരി വെച്ചേന് ഇനി എന്തൊക്കെ വെക്കാൻ കിടക്കണം. ഇതാ ചൂടോടെ ചോറിലിട്ടു. ചോറ് കേട്ടെ. ഇത് കുറച്ചും കൂടെ കളർ ഒരു ഡാർക്ക് ആവണ്ടേ? കുറച്ചേരം കൂടി ഇതാക്കിയാ ആക്കണല്ലേ? അന്നേരം ടേസ്റ്റ് കൂടുവോ? ആ മതി. കറിയിട്ടെ. അപ്പോ നമ്മള് ഇന്നത്തെ അച്ചിങ്ങത്തോരൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ അപ്പൊ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ ജസ്റ്റ് കാണിച്ചു തരാം. എന്താ ചിക്കൻ, എൻ്റെ വൈഫ് ഉണ്ടാക്കിയ ചിക്കൻ കറി. ഒന്നുകൂടി ഇട്ടെ, വലിയ പീസ്. അപ്പൊ ഇന്നത്തെ നമ്മളെ ഫാമിലിയുടെ ഫുഡ് അച്ചിങ്ങത്തോരനും ചിക്കൻ കറിയും. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.